ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 2 ആയ ലെൻസസിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question: What happens to the light rays that travel along the optic axis? ഓക്കെ, അപ്പോൾ ഒപ്റ്റിക് ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസിന് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ വഴിയും സ്ഫിയേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് വഴിയും പാസ് ചെയ്ത് പോകുന്ന ഈ പറയുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഈ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് ലെൻസിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇൻസിഡൻ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ബെൻഡ് ഒന്നും ചെയ്യാതെ അതേ സെയിം പാത്തിലൂടെ തന്നെ ട്രാവൽ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് റേ ഒപ്റ്റിക് ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ബെൻഡ് ചെയ്യില്ല, ആ സെയിം പാത്തിലൂടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ C2OC1 എന്ന് പറയുന്ന ഈ ഒരു ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ ലെൻസ് യൂസ്ഡ് ഇൻ ദി ഗിവൺ ഫിഗേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഫിഗേഴ്സിലുള്ള ലെൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ എ എന്ന് പറയുന്നത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. അതായത് നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ളതാണ്, ആൻഡ് എഡ്ജ് എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ളതും. പിന്നെന്താ പറയുന്നത്, ഇവിടെ കേർവ്ഡ് ഔട്ട്വേർഡ് ആണ്. ആൻഡ് ഈ ലെൻസിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു കൺവേർജിങ് ലെൻസാണ്. എന്താണ്, ഒരു കോൺവെക്സ് ലെൻസാണ്. ഇനി നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു കോൺകേവ് ലെൻസാണ്. അതായത് ഇതിൻ്റെ മിഡിൽ പോർഷൻ വളരെ തിന്നും എഡ്ജ് പോർഷൻ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ളതുമാണ്. പിന്നെ ഇത് കേർവ്ഡ് ഇൻവേർഡാണ്, ഇത് കേർവ്ഡ് ഔട്ട്വേർഡാണ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, എല്ലാ ലൈറ്റ് റേസും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഗീവ് 3 ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ദി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് വളരെ ചെറിയ ഒബ്ജക്ട്സിനെ, സ്മോൾ ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്ത് കാണാനാണ് നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടുതലായിട്ടും എന്താണ് ലബോറട്ടറീസിൽ, ബയോളജി, മൈക്രോബയോളജി ലബോറട്ടറീസിലായിരിക്കും എന്ത് ഉണ്ടാവുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഡയഗ്നോസിങ് ദ ഡിസീസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനൊക്കെ ഈ പറയുന്ന മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ചില ടിഷ്യൂസ് അനലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ ബാക്ടീരിയൽ കൾച്ചേഴ്സ്, ബാക്ടീരിയയിലെ ഓരോ ഇൻഡിവിജ്വൽ സെൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. Question: Describe the two main parts of a compound microscope. Compare the focal length of the lenses and the characteristics of the images formed. അപ്പോൾ നമ്മൾ നേരത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കി. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മെയിനായിട്ട് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസും മറ്റൊന്ന് ഐ പീസ് ലെൻസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഇത് നമ്മളിവിടെയാണല്ലോ ഒബ്ജക്ട്സ് വെക്കാറ്, ചെറിയ ചെറിയ ഒബ്ജക്ട്സ്. അപ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ റൊട്ടേറ്റിംഗ് നോസ് പീസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു 3-4 ഇതുപോലത്തുള്ള ലെൻസസ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്, അതായത് ഐ പീസ് ലെൻസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത്ത് വളരെ കമ്മിയായിരിക്കും. ഓക്കെ, ഫോക്കൽ ലെങ്ത്ത് വളരെ കമ്മിയായതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നിഫൈഡും അതുപോലെ തന്നെ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്ത എന്താണ് ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റും ഈ ഇമേജും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, കൂടുതൽ മാഗ്നിഫൈഡ് ആയിട്ട് ആൻഡ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ പീസ് ലെൻസ് ആണ്. ഇതാണ് രണ്ടാമത്തെ പാർട്ട്.
ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ് ആണ് നമ്മൾ ഈ ഐ പീസ് ലെൻസ് വഴി ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും അടുത്തായിട്ടാണ് കിടക്കുന്നത്. ഐ മീൻ നമ്മുടെ കണ്ണിൻ്റെ അടുത്താണ് ഈ പറയുന്ന ഐ പീസ് ലെൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ പറ്റും ഒബ്ജക്റ്റീവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ് ആണിത്. ആൻഡ് ഈ ഇമേജ് ആണ് ഈ പറയുന്ന ഐ പീസ് ലെൻസ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുന്നത്, അവസാനം നമുക്ക് ഒരു വെർച്വൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു മാഗ്നിഫൈഡ് രൂപം കാണിച്ചു തരുന്നത്. ആൻഡ് ഈ പറയുന്ന ഐ പീസ് ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും, ഒബ്ജക്റ്റീവ് ലെൻസിന് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് കമ്മിയായിരിക്കും. സോ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ 2 പാർട്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, ഗീവ് 4 എക്സാമ്പിൾസ് ഫോർ റിയൽ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ റിയൽ ഇമേജ് ഫോർമേഷൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റിയൽ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു ഒബ്ജക്റ്റും വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം കൂടെ കൺവേർജ് ആയി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആൻഡ് ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. നമുക്കിതുപോലൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന PO എന്ന് പറയുന്ന ഒബ്ജക്റ്റ് IQ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് റിയൽ ഇമേജിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് റിയൽ ലൈഫിൽ ഈ പറയുന്ന റിയൽ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രൊജക്ടറാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രൊജക്ടറിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മീറ്റ് ചെയ്ത പോയിന്റിലാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് ഇവിടെ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊഡ്യൂസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാമറ ലെൻസ്. അപ്പോൾ ക്യാമറ ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഇതുപോലെ ഒരു ആളുണ്ട്, ഐ മീൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് ഇതുപോലെ കൺവേർജ് ആയി ആൻഡ് ഇവിടെ അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ 2 പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതും റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൺ ഐ. ഹ്യൂമൺ ഐ എന്ന് പറയുന്നത് ക്യാമറേൻ്റെ അതേ മെക്കാനിസം തന്നെയാണ്. ഈ പറയുന്ന ബോഡിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് ഇതുപോലെ 2 പോയിന്റിലായി മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻവേർട്ടഡ് റിയൽ ആയിട്ടുള്ളൊരു ഇമേജാണ്. സോ ഇതാണ് റിയൽ ഇമേജ് ഫോർമേഷൻസിൻ്റെ എക്സാമ്പിൾസ്. Question, where should the object and image be positioned in a compound microscope for maximum magnification? ഓക്കെ, അപ്പോൾ മാക്സിമം മാഗ്നിഫിക്കേഷൻ ഉള്ള ഒരു ഇമേജ് കിട്ടാനായിട്ട് ഒബ്ജക്റ്റിൻ്റെ എന്താണ് പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ഇമേജ് ഫോം ചെയ്ത് വരുന്ന പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണെന്ന് വരികയെന്ന് വെച്ചാൽ, നമ്മൾ ഒബ്ജക്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ, അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ Fൻ്റെയും അതുപോലെ 2Fൻ്റെയും നടുവിലായിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ബിയോണ്ട് 2F, അതായത് 2F ഇതാണ്, ഇതിൻ്റെ ബിയോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് ആ പൊസിഷൻ വരിക. അപ്പോൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ആയിരിക്കും ഫോം ആയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഇമേജ് ആയിരിക്കും എന്ന് വെച്ചാൽ റിയൽ, ലാർജ് ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഐ പീസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇമേജിനെ ഒബ്ജക്റ്റായിട്ട് എടുത്തിട്ട് അതിനെ ഏറ്റവും മാഗ്നിഫൈഡും വെർച്വൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് വെക്കുന്നതും അത് ഏറ്റവും മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയും സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ വെർച്വൽ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മാഗ്നിഫയിങ് ഗ്ലാസ് ആണ്. അപ്പോൾ ഇവിടെ
ഒരു മാഗ്നിഫൈങ് ഗ്ലാസിൻ്റെ സെറ്റപ്പ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റിൻ്റെയും നടുവിൽ ലെൻസിൻ്റെയും നടുവിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്താണ് ഏകദേശം ഒരു ഓൾമോസ്റ്റ് പാരലൽ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് ഇതിനെ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ കിട്ടുന്ന പോയിന്റിൽ നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിൽ തന്നെ വെർച്വൽ അപ്രൈറ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഈ പറയുന്ന ഇമേജിനെ ഒരു സ്ക്രീനിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലാതെ നമുക്ക് കാണാനായിട്ട് മാത്രമാണ് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് ലെറ്റേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വലുതായിട്ട് കാണപ്പെടുന്നത്. സോ ഇതാണ് വെർച്വൽ ഇമേജ് ഫോർമേഷൻ്റെ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ ലെൻസ് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ തന്നെ ഐ പീസ് ലെൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഇത് കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി രണ്ടും എന്താണ് കോൺവെക്സ് ലെൻസ് ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ തന്നെ ഐ പീസ് ലെൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ കുറവ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ലെൻസിന് കുറവ് ഫോക്കൽ ലെങ്ത്, ലെസ് ഫോക്കൽ ലെങ്ത് ആണുള്ളത്. ഐ പീസ് ലെൻസിനാണെന്നുണ്ടെങ്കിൽ മോർ ഫോക്കൽ ലെങ്ത് ആണുള്ളത്. ആൻഡ് ഈ പറയുന്ന രണ്ട് ലെൻസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഐ പീസ് ലെൻസ് എന്ന് പറയുമ്പോൾ മാഗ്നിഫൈഡ് വെർച്വൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന രണ്ട് ലെൻസസിൻ്റെയും ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Question, increasing the focal length of the objective lens will not be beneficial in the compound microscope. What is the reason? അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ബെനിഫിഷ്യൽ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഷോർട്ടർ ആയതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോഴാണ് ഒരു ഹൈലി മാഗ്നിഫൈഡും റിയൽ ആയിട്ടുള്ളൊരു ഇമേജ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് ഇപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഈ ഒരു പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിൽ വെക്കേണ്ടി വരും. അങ്ങനെ ഡിസ്റ്റൻസിൽ വെക്കേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ വളരെ കമ്മിയായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ടോട്ടൽ ആയിട്ടുള്ളൊരു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ് ലോവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ഓവറോൾ മാഗ്നിഫിക്കേഷനെ റെഡ്യൂസ് ചെയ്യും. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇൻക്രീസിങ് ഇൻ ദി ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അത്ര ബെനിഫിഷ്യൽ ആയിട്ട് അല്ല. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടെലസ്കോപ്പ്? ഡിസ്ക്രൈബ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ റിഫ്രാക്ഷൻ ടെലസ്കോപ്പ്. ഓക്കെ, അപ്പം ടെലസ്കോപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് വളരെ ദൂരത്തുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ ടെലസ്കോപ്പിൽ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിൻ്റെ സ്മോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. ആൻഡ് ഈ പറഞ്ഞ ഇമേജ് ഐ പീസ് ലെൻസിൻ്റെ അതായത് ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും നടുവിലായിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഈ ഐ പീസ് ലെൻസ് എന്താണ് വെർച്വൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് റിഫ്രാക്ഷൻ ടെലസ്കോപ്പിൽ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, നെയിം 2 ടൈപ്സ് ഓഫ് ടെലസ്കോപ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻ്റ് ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ടെലസ്കോപ്പിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്സും മറ്റൊന്ന് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പുമാണ്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്സ് എന്ന് പറഞ്ഞാൽ അവർ ലൈറ്റ് റിഫ്ലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് മിറേഴ്സ് ആണ്. ആൻഡ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലെൻസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്തിനാ വെച്ചാൽ ലൈറ്റ് റിഫ്രാക്ഷനായി വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ടൈപ്സ് ആയിട്ടുള്ള ടെലസ്കോപ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ലെസ്സർ ആയിരിക്കുമോ ഗ്രേറ്റർ ആയിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും. കാരണം ഈ ഒരു ഗ്രേറ്റർ ഫോക്കൽ ലെങ്ത് കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടെ ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന പാരലൽ റേസ് എല്ലാം കൂടി ഒറ്റൊരു പോയിന്റിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു എന്താണ്
ഷാർപ്പ് ഇമേജ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ലെൻസസ് യൂസസ് ദ ഇമേജ് ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ പറയുന്ന ഏത് ലെൻസാണ് ഇമേജ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്, അതിൽ നിന്ന് വരുന്ന പാരലൽ റേസ് ആണ് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ആൻഡ് ഈ ഇമേജ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് ആരാണ്? ഐ പീസ് ലെൻസ് ആണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രൂ വിച്ച് ലെൻസ് ഈസ് ദ ഇമേജ് വ്യൂഡ്. അപ്പോൾ ഏത് ലെൻസ് വഴിയാണ് നമ്മൾ ആ ഇമേജ് കാണുന്നത്? ഏത് ലെൻസ് വഴിയാണ്? ഐ പീസ് ലെൻസ് വഴിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമേജ് വി സീ ത്രൂ ദ ഐ പീസ് ഈസ് റിയൽ ഓർ വെർച്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐ പീസ് ലെൻസിലൂടെ കാണുന്ന ഇമേജ് എന്തായിരിക്കും? റിയൽ ആണോ വെർച്വൽ ആണോ എന്നോ ചോദിക്കണം. അപ്പോൾ എന്തായിരിക്കും? വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടേബിൾ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഐ പീസിൻ്റെയും ഫോക്കൽ ലെങ്ത്തും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത്തും അപ്പർച്ചറിൻ്റെയും വ്യത്യാസം, പിന്നെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്, അതുപോലെ തന്നെ ഐ പീസിൻ്റെ ലെസ്സർ ആയിരിക്കും. ഇവിടെ അപ്പർച്ചർ എന്ന് പറയുന്നത് മോർ ആൻഡ് ഇവിടെ ലെസ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ ഇമേജ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും സ്മോൾ ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ്. പക്ഷേ ഐ പീസ് ലെൻസ് ആകുമ്പോഴോ ലാർജ് ആയിട്ടുള്ള വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വൈ ഇസ് ഇറ്റ് സെഡ് നോട്ട് ടു ലുക്ക് അറ്റ് ദ സൺ ത്രൂ എ ടെലസ്കോപ്പ്. അപ്പോൾ ടെലസ്കോപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സണ്ണിനെ നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം സൺ റേസ് അല്ലെങ്കിൽ സൺലൈറ്റ് റേസ് പാരലൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ടെലസ്കോപ്പിൽ എന്താണുള്ളത്? കോൺവെക്സ് ലെൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് റേസ് ഇത് വന്ന് ഇൻസിഡൻ്റ് ആവുന്നു ആൻഡ് റിഫ്രാക്റ്റ് ആയി ഇവിടെ എന്താണ് കൺവേർജ് ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ആവുന്നത് ഇത് ലൈറ്റ് റേസ് ആണ്, അതായത് സൺലൈറ്റ് റേസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരുപാട് ഇത്രയും ലൈറ്റ് റേസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്ടാവുക വെച്ചാൽ അവിടെ ഹീറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഹീറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാവുന്ന സമയത്ത് എന്തായിരിക്കും? അവിടെ എനർജി കൂടുതലാണ്. അങ്ങനെ നമുക്കൊരു പേപ്പർ അടക്കം ബേൺ ചെയ്ത് കളയാനുള്ളൊരു ഇൻറ്റൻസിറ്റി അതിനുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഡാമേജ് വരുത്താനുള്ള പവർ അതിനുണ്ടാവും. ഈവൻ നമ്മൾ എന്തായിപ്പോൾ ബ്ലൈൻഡ് ആയി വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.